ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിൽ പോകണം കുർബാനയ്ക്ക്. രണ്ടാമത്തെ കുർബാനയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. കിച്ചൂസിന് വേദപാഠം ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ കുർബാനയ്ക്കാണ്. അപ്പം രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കാപ്പി ഉണ്ടാക്കണം. കാപ്പിക്ക് ദോശയും ചമ്മന്തിയാണ്. സാമ്പാർ, ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ അവന് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അവനുള്ള ചമ്മന്തി റെഡിയാക്കണം. പിന്നെ 9:15 ആകുമ്പോഴത്തേനും പള്ളിയിൽ പോകണം. ഇനി എനിക്ക് പപ്പിയെ മിക്ക അയച്ചു വിടാനുണ്ട്. രണ്ടുപേരും രണ്ടായിട്ട് അയച്ചു വിട്ടാലേ നടക്കുകയുള്ളൂ. കാര്യം ഇവിടെ നമ്മൾ അയച്ചു വിടുന്ന നമ്മുടെ ഇപ്പുറത്തൊരു പറമ്പാണ്. അപ്പോൾ ആ പറമ്പിൽ മറ്റേ കളനാശിനി അടിച്ചേക്കുവാണ്. അവർ ഈ പുല്ലൊക്കെ തിന്നാനായിട്ട് പോകുമ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുള്ളത് കൊണ്ട് രണ്ടുപേരും രണ്ടായിട്ട് അയച്ചു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണാം വീഡിയോയിൽ. ഓക്കെ. പിന്നെ ഇതുണ്ട്, ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ അരി ഇട്ടു കേട്ടോ. ഇനി പള്ളിയിൽ പോയിട്ട് 11:30 ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരുന്ന സമയത്തെടുത്ത് വാർത്താൽ മതിയല്ലോ. പിന്നെ നാളെ ഇവന് ചോറ് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതോടെ കൂട്ടിയാണ് ഞാൻ അരി ഇടുന്നത്. അപ്പം ചൂടാറി കഴിയുമ്പോഴത്തേനും ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം നാളെ എടുത്ത് കൊടുക്കുക ചെയ്യാറ്. അല്ലെങ്കിൽ രാവിലെ എങ്ങനെ എഴുന്നേൽക്കാൻ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഇവൻ 8:30 ആകുമ്പോൾ പോകണം. ആ സമയത്ത് വെന്തില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഇതേണ്ട ദോശയ്ക്കുള്ള മാവെടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഉള്ളതാണ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുവാണ്. അവനവിടെ ഇരുന്നുകൊണ്ട് TV കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഞാൻ അവരെ അയച്ചു വിടട്ടെ. ചെരുപ്പ് ഇവിടെ കിടക്കുക, ചെരുപ്പ് ഇട്ടെ. രണ്ടുപേരുടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പാലിതേ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പാലൊന്നെടുത്ത് വരണം. വരുന്നു. പാലെടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. എനിക്കൊരാഗ്രഹമുണ്ട്, ദൈവം സഹായിക്കുവാണെങ്കിൽ ഇവിടെ ഒരു വീട് പണിയുമോ എന്തെങ്കിലും ചെയ്യണമെന്ന്. അതിനായിട്ടാണ് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയിരിക്കുന്നത്. റോഡിന് താഴെയാണ് വീടിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വീട് പണിയണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം മേടിച്ച് വീട് വെക്കുവോ അല്ലെങ്കിൽ വീടുള്ള സ്ഥലം മേടിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് നേരെ റോഡാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ ഇനി അവരെ അയച്ചു വിട്ടെ. ഇത് നമുക്കിവിടെ 10 സെൻറ്റും വീടുമാണ് കേട്ടോ. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അയച്ചു വിടാൻ പറ്റത്തില്ല. രണ്ടുപേരെയും രണ്ടാഴ്ച അയച്ചു വിടാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ വരാവേ. ഇപ്പം വരാം. ഈ പാലൊന്ന് വെച്ചിട്ട് ഇപ്പം വരാം. ഭയങ്കര പോയി അപ്പീട്. അവിടെ പുല്ല. ശിശ വെക്കുവാണോ നീ? ശിശ വെക്കുവാണോ? ആണോ? പോയി അപ്പീട്. ഓടിപ്പോ. ഇപ്പം വരും. പോയിട്ട് അപ്പീട്ടിട്ട് വാ. ബായോ. ദൂരോട്ടൊന്നും പോകണ്ട കേട്ടോ. ചെല്ലു, ഓടിപ്പോയിട്ട്. അപ്പീട് കേട്ടോ. ഈ പറമ്പിലാണ് കേട്ടോ കളനാശിനി അടിച്ചേക്കുന്നത്. ഇവിടെ എല്ലാം അടിച്ചിട്ടേക്കുവാണ്.
താഴോട്ട് വരെ അഴിച്ചിട്ടേക്കുവാണ്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടുമല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം അവളെ അപ്പിടിപ്പിക്കട്ടെ. നമ്മളിവിടെ നിൽക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഈ നമ്മുടെ കണ്ണ് വെട്ടിച്ച് ചിലപ്പോൾ റോഡിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. നോക്കി നിൽക്കണം. ഓക്കെ, എടി വന്ന് നിൽക്കുന്നേ. അപ്പീട് പോയി, അപ്പീട് പോയി. എൻ്റെ അടുത്തോട്ട് വന്നെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നല്ലോ. എന്നെന്താ പറ്റും എൻ്റെ അടുത്തോട്ട് വന്നേ? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരത്തേ ഇല്ലല്ലോ. ഞാൻ വിളിച്ചാൽ നീ വരത്തില്ലല്ലോ. കാക്കകൾ വഴക്കുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കുന്നതാന്നേ. എന്നെ പറ്റി ഒരു സങ്കടം മുഖത്ത്. എന്നാ ഒരു സങ്കടം. എന്നോടി ഒരു സങ്കടം. പോയി അപ്പിയിട്ടില്ലല്ലോ. ചെന്ന് പോയിട്ട് വാ. നമ്മുടെ പെണ്ണ് പോയിട്ട് വാ. നമ്മുടെ കില്ലപ്പെണ്ണ് പോയിട്ട് വാടി. കില്ലപ്പെണ്ണാണോ ഇത്? കില്ലപ്പെണ്ണാണോ? നമ്മുടെ കില്ലുമോളാണോ? കില്ലുമോള്. നീ അവനെ അയച്ചു വിടാനാണോ? അവനെ അയച്ചു വിടാൻ പറ്റത്തില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് അയച്ചു വിടാൻ പറ്റത്തില്ലെന്നേ. സ്നേഹം, എന്തോ കള്ളത്തരം കാണിക്കാനുള്ള സ്നേഹം. അവളവിടെ അപ്പിയിടുന്നുണ്ട്. ഇനി ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ, എഴുന്നേറ്റിങ്ങ് വരുമ്പോൾ ഇവിടെ നിറച്ച് അണ്ണാനും മാടത്തെയും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ കരിയില പിടച്ചി അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഇവിടെ. മീൻസ് ഓരോ പക്ഷികൾ എല്ലാം ഉണ്ട് ഇവിടെ. നല്ല രസമാണ് അന്നേരം അവരുടെ കളിയൊക്കെ കാണാനായിട്ട്. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവൾ അപ്പിയിട്ട് വരുന്നുണ്ട്. ഞാൻ ഇവളെ പിടിച്ചിട്ടിട്ട് അവനെ ഇറക്കി വിടട്ടെ കേട്ടോ. വന്നിരിക്കുന്നറിയോ, ഞാൻ പപ്പിക്കും മിക്കിക്കും വെച്ചിരിക്കുന്ന ചോറ്, ഇന്നലെ വൈകിട്ടത്തെ ചോറെടുത്ത് വെളിയിൽ വെക്കും. അത് കഴിക്കാനായിട്ടുള്ള വന്നിരിപ്പാണ് കേട്ടോ. ഇതൊന്നുമല്ല, ഇനി കുറേ പേരൂടി വരാറുണ്ട്. അവിടെ ഇരിക്കട്ടെ, ഞാൻ കാണിക്കാവേ. ഞാൻ തൊടലെടുക്കാൻ പോയതാ. തൊടലെവിടെ? ചോറുണ്ണാൻ എന്നാ മടി. ഇറങ്ങരുത്. ഞാൻ ഇറക്കാം. അവൻ നിന്നെ അയച്ചു വിട്ടതല്ലേ? ഉണ്ടോ ചോറ് വന്നുകൊണ്ട് അവരുണ്ണട്ടെ. അവർക്കും വിശപ്പൊക്കെ ഇല്ലേ? ബാ ഓടിക്കോ. ഇവിടെ വാ. ഇവൻ ഇടയ്ക്ക് നമ്മളെ വിട്ടൊരൊറ്റ പോക്കാണ്. അതുകൊണ്ട് പേടിയാ. എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് ഇവരും. അതുകൊണ്ട് എനിക്കതൊന്നും താങ്ങാൻ പറ്റുന്ന കേസല്ല. ഇവിടെ വാടി. ഇവിടെ പപ്പി അപ്പിയിട്ടതാ. മിക്കി എവിടെ പോവാ? അങ്ങോട്ട് പോകണ്ട. പുല്ല് തിന്നല്ലേ കേട്ടോ, അഴുക്കാണേ. പുല്ല് തിന്നേക്കരുത്. പോയപ്പിട്ടോ. പപ്പിനെ അയച്ചു വിട്ടതല്ലേ അമ്മ? കൊച്ചു പോയപ്പിട.
പിന്നെ ഞാൻ അവർക്ക് 2 പേർക്കും രാവിലെ അയച്ചു വിട്ട് കയറ്റി കഴിയുമ്പോൾ ഞാൻ 2 പേർക്കും ബിസ്ക്കറ്റ് കൊടുക്കും കേട്ടോ. ബിസ്ക്കറ്റ് വേണം, ബിസ്ക്കറ്റിനായിട്ടാണ് ഈ നോക്കിയിരിക്കുന്നത് കണ്ടോ. ഡേ ബിസ്ക്കറ്റ് മൊത്തത്തോടെ മേടിക്കാനാണ് നോക്കുന്നത്. കഴിച്ചു. മറ്റേ ആ കൂടെ കൊടുക്കട്ടെ. കഴിച്ചു കേട്ടോ. അമ്മമാർക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. അവർ വന്നിരുന്ന് കഴിച്ചോളും. നോക്കിയിരിക്കുമോ ഞാൻ എപ്പോഴാണ് പോകുന്നതെന്ന് നോക്കി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി കാപ്പി ഉണ്ടാക്കണം. ദോശയാണ്, ദോശയുടെ കൂടത്തെ ചമ്മന്തി അത് റെഡിയാക്കണം. എന്നിട്ടൊരു 9:30 8:30 ആകുമ്പോഴത്തേനും ഒരുങ്ങണം. കിച്ചൂസിനെ ഇനി പല്ല് തേപ്പിക്കാനുണ്ട്. ഇന്ന് എന്നോട് ചോദിച്ചു അമ്മ തേച്ച് തരാമോ എന്ന് ചോദിച്ചു പല്ല്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തേച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഇരിപ്പുണ്ട്. ചമ്മന്തി ആക്കാനുള്ള പരിപാടികളുണ്ടോ. കടുക് താളിക്കാനായിട്ട് ഞാൻ ഉള്ളിയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടു. തട്ടിക്കൂട്ടിയ ചമ്മന്തിയാണ്, കാരണം ഞാനും കിച്ചൂസും മാത്രമേ ഉള്ളതുകൊണ്ട് ഇതൊക്കെ മതി ധാരാളം. ആരും കുറ്റപ്പെടുത്താനും കുറ്റം പറയാനും അങ്ങനെയൊന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സഹിക്കുക അല്ലേ, ഉള്ളൂ. ഞാൻ അവനോട് വേദപാഠം ഇന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച അവൻ കൊണ്ട് വെച്ച പുസ്തകമാണ്, ഇന്നാണ് അവൻ എടുക്കുന്നത്. എനിക്ക് ഇന്നലത്തെ പുട്ടുണ്ട് കേട്ടോ, അത് ഞാനിവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് കറണ്ട് വരുന്നതെന്ന് അറിയത്തില്ല, കാരണം KCBക്കാർ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എപ്പോൾ കറണ്ട് വരുമെന്ന് അറിയില്ല. വന്നാ അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു. കറണ്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് സാരമില്ല, ഇരുന്ന് പഠിക്കുക കേട്ടോ. ആ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അമ്മ ചോദിക്കുവേ. അപ്പോൾ ഇതേണ്ട എൻ്റെ ചമ്മന്തി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പുറത്തെ പുട്ട് റെഡിയാവുന്നു. അത് ചൂടാക്കിയാൽ മതി. അവന് ദോശ ചമ്മന്തി കൊടുക്കാം, എനിക്കിത് മതി. ഓക്കെ. ഉപ്പ് കുറവാന്ന് തോന്നുന്നു, ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ടേ. എന്നാ ഇങ്ങനെ കൊണ്ടുവന്ന് അമ്മ ചോദിക്കട്ടെ. ഇതാ ബുക്ക് ഇതാ. ദൈവത്തോടൊത്ത് വസിച്ച് മനുഷ്യൻ. ആദവും ഹവ്വായും ദൈവത്തോടൊപ്പം കഴിഞ്ഞത് എവിടെ? സന്തോഷമുണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഏദൻ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ഏദൻ തോട്ടത്തില് ദൈവത്തിന്റെ പറുദീസയില് എന്തൊക്കെയുണ്ട്? കൊച്ചൊന്ന് ചിന്തിച്ചാ മതി, ചിന്തിച്ച് പറഞ്ഞാ മതി. എന്തൊക്കെ കാണുമായിരിക്കും ഒരു തോട്ടത്തിൽ? എന്തൊക്കെ കാണുമായിരിക്കും? ഒരു തോട്ടത്തിൽ എന്തൊക്കെ കാണുമായിരിക്കും? എന്തൊക്കെയായിരിക്കും കാണുന്നത്? ഒന്ന് പറഞ്ഞേ. പൂക്കള് കാണും. പൂക്കള് വേണമെങ്കിൽ എന്തുണ്ടാവണം? ചെടികൾ വേണം അല്ലേ? ചെടികളുണ്ടാവും. പിന്നെ പക്ഷികളായി, പിന്നെ മരങ്ങളുണ്ട് അല്ലേ? മരങ്ങളുണ്ട്, പിന്നെ തോടുണ്ട് അല്ലേ? ഇതൊക്കെ ഏദൻ തോട്ടത്തിലുള്ളതാ. പഴവർഗ്ഗങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെ കാണും ഏദൻ തോട്ടത്തില്? അമ്മ പറഞ്ഞ അത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചൂസ് പറ. ആ വേദപാഠ പുസ്തകം ഇരുന്നൊന്ന് വായിച്ചേ. വേദപാഠ പുസ്തകം എത്ര ദിവസം വേണം കിച്ചൂസിന്? ഒന്ന് മതിയോ? ഒന്ന് മതിയോ? ഇച്ചിരി പഴം കൂടെ കഴിക്കണേ.
കിച്ചൂസിനുള്ള ദോശ ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി നമ്മൾ പാല് തരുന്ന ഇപ്പോൾ സമയം 8:15 ഇനി വന്നിട്ട് വെക്കാനുള്ള സമയമുള്ളൂ. ഇപ്പം വെച്ചിട്ട് പോകാൻ സമയമില്ല. ഇനി ഒരുങ്ങാനുണ്ട്, കിച്ചണിൽ പല്ല് തേക്കാനുണ്ട്, ഒത്തിരി പരിപാടിയുണ്ട്. ഇത് അവനുള്ള ചായയാണ് കേട്ടോ. അവന് ഞാൻ പഞ്ചസാര ഇടും, എനിക്ക് പഞ്ചസാര ഇടുന്നില്ല. പഞ്ചസാര ഞാൻ കുറച്ചേക്കുവാണ്, കാരണം എൻ്റെ വണ്ണം ഒന്ന് കുറയ്ക്കണം. എനിക്ക് PCOD ഉണ്ട്. അപ്പം ഞാൻ പഞ്ചസാര കുറച്ചതിൻ്റെ മാറ്റങ്ങൾ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. കാരണം എനിക്ക് മുഖത്തെല്ലാം ഭയങ്കര കുരുക്കളായിരുന്നു, അതെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം PCOD ഉള്ളവരൊക്കെ മാക്സിമം പഞ്ചസാര ഒഴിവാക്കുക. പഞ്ചസാര മധുരമേ ഉപേക്ഷിക്കുക കേട്ടോ. പിന്നെ ചോറ് വൈകുന്നേരം ഒഴിവാക്കുക. ചോറിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഞാനിപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിനി അവനെ കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. അവൻ്റെ ദോശയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചായ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആറിക്കണം. ഇത് കഴിഞ്ഞ് അത് ഓക്കെ ആവും. ഇനി എനിക്ക് അവന് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. താമസിച്ച് ചെന്നാൽ അച്ഛൻ പിടിക്കും. അപ്പം നേരത്തെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. PCOD ഉള്ളവരെല്ലാം അങ്ങനെ ചെയ്യുക കേട്ടോ. ഒത്തിരി മെഡിസിൻസ് കഴിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. എക്സസൈസ് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മടിയാണ് മെയിനായിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് എന്നാൽ പിന്നെ പഞ്ചസാര ഒഴിവാക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാനങ്ങനെ പഞ്ചസാര ഒഴിവാക്കി വൈകുന്നേരത്തെ ചോറ് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. പിന്നെ കൊതിയായി അങ്ങ് മാറിക്കഴിയുമ്പോഴത്തേനും ശരി കഴിക്കും, ചോറുണ്ണും കേട്ടോ. ഈ മുഖത്ത് ഒത്തിരി മാറ്റമുണ്ട്. കാരണം എനിക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ ഈ നെറ്റിയേൽ ഇവിടെ എല്ലാം ഒരുപാടായിരുന്നു കേട്ടോ. എന്നിട്ട് അതെല്ലാം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. നന്നായിട്ട് നല്ല മാറ്റമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ കിച്ചൂസിനെ ഇനി പല്ലൊക്കെ തേപ്പിക്കട്ടെ. ഓക്കെ, കുരുത്തക്കേട് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അവനുള്ള എടുത്തിട്ടുണ്ട്, ഇവനെ ഞാൻ കഴിപ്പിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കേട്ടോ. പുട്ടും പഴവും, പിന്നെ പഴം ഇതിനകത്ത് കുറച്ച് പോയതുണ്ടായിരുന്നു, അതെല്ലാം പോയ ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്താണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. സമയം 8:45 അപ്പം ശരി കേട്ടോ. അപ്പം നമ്മുടെ TV ഇതേണ്ട കഥ പറയുമ്പോൾ എന്ന മൂവി ഓടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ, ഏഷ്യാനെറ്റ് മൂവീസിനകത്ത്. അപ്പം ഞാനിതേണ്ട ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളിനി പള്ളിയിൽ പോകാനായിട്ട് റെഡി ആകട്ടെ. എനിക്ക് കിച്ചൂസിനെ കുളിപ്പിക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. ഞങ്ങൾ പള്ളിയിൽ പോവാണ് കേട്ടോ. പോ കിച്ചുകുട്ടൻ ബാഗ് എടുത്തില്ലല്ലേ? ബാഗ് എടുക്കാൻ പറഞ്ഞിട്ട് പോയി ബാഗ് എടുത്തിട്ട് വാ. ബാഗ് എടുത്തിട്ട് വരാന് വണ്ടി കൊണ്ട് വെച്ചോ? പോടാ കള്ള, ചെറുക്കൻ്റെ കാര്യം. വർത്താനം പറയല്ലേ കേട്ടോ.
അതിനെടുക്കുവോ? കഴിക്കത്. അങ്ങനെ ഞാൻ എല്ലായിടത്തും പോയിട്ട് വന്നു. ഞായറാഴ്ച ദിവസം അത്യാവശ്യം തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ. പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ 1 മണിയായി. കാരണം അവിടെ കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് ഇവന്മാർക്ക് കഴിഞ്ഞ വർഷത്തെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അറ്റൻഡൻസിൻ്റെയൊക്കെ കിച്ചൂസിനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുടുംബശ്രീക്ക് പോയി. പിന്നെ അവിടുന്ന് ഞാൻ തിരിച്ച് കയറി വന്ന് ഇവിടെ വന്ന് കഞ്ഞിയൊക്കെ വറുത്തിട്ട് പപ്പിക്കും മിക്കിക്കും ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടുന്ന് നേരെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ നേരെ ടൗണിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ വന്നപ്പം സമയം 5 മണിയായി. 5 മണി കഴിഞ്ഞു. കിച്ചൂസ് ഇവിടെ ഇല്ല. കിച്ചൂസ് ഇതുവരെ വന്നിട്ടില്ല. കിച്ചൂസ് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. എത്താറാവുന്നു. അപ്പോൾ വരുമായിരിക്കും. നല്ല തലവേദനയുണ്ട്. കാരണം ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ പള്ളിയിലെ അച്ഛൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. അപ്പം പിള്ളേരെല്ലാവരും കൂടെ കൂടി ഗിഫ്റ്റൊക്കെ കൊടുക്കുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബായ്.